നമസ്കാരം. ഇന്ദിരാഗാന്ധിയുടെ കാലത്തെ പ്രഖ്യാപിത അടിയന്തരാവസ്ഥയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അടിയന്തരാവസ്ഥയിലെ ക്രൂരതകൾ വായിച്ചും കേട്ടും അറിഞ്ഞിട്ടുണ്ട്. അടിയന്തരാവസ്ഥയുടെ ഇരകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നതോ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയല്ലേ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്? തൻ്റേതായ ഒരു അഭിപ്രായം പറയാൻ പോലും ഭയപ്പെടേണ്ട അവസ്ഥ. സംസ്ഥാന സർക്കാരിനെയും പിണറായി വിജയനെയും CPM-നെയും വിമർശിച്ചതിൻ്റെ വൈരാഗ്യത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള എത്രയോ പേരെ വേട്ടയാടിയിട്ടുണ്ട് പിണറായി വിജയൻ്റെ പോലീസ്. ഷാജൻ സ്കറിയയും ക്രൈം നന്ദകുമാറും അഡ്വക്കേറ്റ് KM ഷാജഹാനും രാഹുൽ ഈശ്വറും രാഹുൽ മാങ്കൂട്ടത്തിലും PC ജോർജും അടക്കമുള്ളവർ പിണറായി വിജയൻ്റെ മൂന്നാം കിട കുടിപ്പകയുടെ ഇരകളല്ലേ? എത്ര തവണയാണ് മറുനാടൻ മലയാളിയുടെ ഓഫീസ് റെയ്ഡ് ചെയ്തത്? എത്ര ലക്ഷം രൂപയുടെ സാധനങ്ങളാണ് കൊള്ളയടിച്ചുകൊണ്ട് പോയത്? എന്നിട്ട് ആ സാധനങ്ങളൊക്കെ ഇപ്പോൾ എവിടെ? ക്രൈം ഓൺലൈനിൻ്റെ ഓഫീസിലെ CCTV ക്യാമറകൾ അടക്കം കൊണ്ടുപോയി. അഡ്വക്കേറ്റ് KM ഷാജഹാനെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു കൊണ്ടുപോയി. രാഹുൽ മാങ്കൂട്ടത്തിനെയും PC ജോർജിനെയും മുമ്പ് വീട് വളഞ്ഞു പിടികൂടി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത് ഓർമ്മയുണ്ടോ? പ്രായമായ മാതാപിതാക്കളോടൊപ്പം രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഷാജൻ സ്കറിയയെ രാഖ്യുരാമാനം പിടിച്ചുകൊണ്ടുവന്നത് ആരും മറന്നിട്ടില്ല. ഇപ്പോഴിതാ രാഹുൽ ഈശ്വറും. നിയമത്തിൻ്റെ വഴിയെ പോകട്ടെ, ആർക്കും യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ അധികാരം കയ്യിലുള്ളതിൻ്റെ പേരിൽ ഇത്തരം നെറികേടുകൾ കാണിക്കുന്നത് നീതീകരിക്കാൻ കഴിയുന്നതല്ല. ജീവനുള്ളിടത്തോളം കാലം അതിനെ എതിർക്കുകയും ചെയ്യും. കാരണം കേരളം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും കുടുംബ സ്വത്തല്ല എന്നുള്ളത് കൊണ്ട് തന്നെ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തുന്ന ഈ വേട്ടയാടൽ അയാൾക്ക് പൊതുസമൂഹത്തിൽ സഹതാപ തരംഗമുണ്ടാക്കാനേ ഉപകരിക്കൂ. കാരണം ഒരു കൊടും കുറ്റവാളിയായാൽ പോലും അവനെ സമാനതകളില്ലാതെ വേട്ടയാടുമ്പോൾ സ്ഥാപിത താല്പര്യമില്ലാത്തവർക്ക് സഹതാപമുണ്ടാകും. വേട്ടക്കാരനോട് അമർഷവും. അത് ഈ മണ്ടന്മാർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് രസം. അവരുടെ ലക്ഷ്യം ശബരിമലയിൽ നടത്തിയ സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിലവർ ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ അത് താൽക്കാലികം മാത്രമാണ്. രാഹുലിന് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ശ്രദ്ധ വീണ്ടും സ്വർണ്ണക്കൊള്ളയിലേക്ക് തന്നെ വരും. സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിയാൻ കാരണം ഇവിടുത്തെ മാധ്യമങ്ങളാണ്. കൊട്ടേഷൻ ഏറ്റെടുത്തതുപോലെയാണ് പ്രമുഖ മാധ്യമങ്ങളെല്ലാം രാഹുൽ വിഷയം കൈകാര്യം ചെയ്യുന്നതും അവതാരകരായ ന്യായാധിപന്മാർ അന്തിച്ചർച്ചയിൽ വിധിക്കുന്നതും. വാർത്തകൾ സൃഷ്ടിക്കാനായി മനഃപൂർവ്വം പോലീസിനെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുകയാണ് തലപ്പത്തുള്ള തമ്പ്രാക്കന്മാർ. ഇന്നലെ ഒരു പ്രമുഖ ചാനലിലെ റിപ്പോർട്ടർ പറയുന്നത് കേട്ടു. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം കൂടുതൽ വകുപ്പുകൾ ചേർക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് എന്നാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. ഇങ്ങനെയാണ് ഒരു പ്രമുഖ ചാനലിലെ ആ റിപ്പോർട്ടർ റിപ്പോർട്ടിങ്ങിനിടെ പറഞ്ഞത്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. സൂപ്പർ മുഖ്യമന്ത്രിമാരുടെ നിർദ്ദേശം അനുസരിച്ചാണ് പോലീസ് ഈ കാണുന്ന തുള്ളലൊക്കെ തുള്ളുന്നത്. ഇതിനു മുമ്പ് വേടൻ എന്ന് പറയുന്ന ഒരുത്തൻ 2 സ്ത്രീകൾ ഇവനെതിരെ പീഡന പരാതിയുമായി വന്നു. അവൻ്റെ രോമത്തിൽ തൊട്ടില്ല പോലീസ്. ഇപ്പോൾ രാഹുലിനെതിരെ ഓരിയിടുന്ന സൈബർ നായ്ക്കൾ അന്നൊരക്ഷരം മിണ്ടിയില്ല. യജമാനൻ പറഞ്ഞാലേ ഇവറ്റകൾ കുരയ്ക്കൂ. ഒളിവിലിരിക്കുമ്പോഴാണ് തൻ്റെ കാമുകിയുമായി ബർത്ത്ഡേ ആഘോഷിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ വേടൻ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത്. അന്നൊന്നും പോലീസിന് പിടിക്കണ്ട. യഥാർത്ഥത്തിൽ പോലീസിൻ്റെ ഈ അവസ്ഥ കാണുമ്പോൾ സങ്കടവും സഹതാപവും തോന്നുന്നുണ്ട്. കാരണം മുകളിലിരിക്കുന്നവൻ പറയുന്നത് മനസ്സില്ല മനസ്സോടെയാണെങ്കിലും അതേപടി അനുസരിക്കണം. ആ അവസ്ഥ അനുഭവിച്ചവനേ മനസ്സിലാവൂ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട അകത്ത് കിടക്കുന്ന മുരാരി ബാബുവും ബൈജുവും ജാമ്യം തേടി ഗതികിട്ട പ്രേതം പോലെ അലയുന്ന ജയശ്രീയുമൊക്കെ ഈ പോലീസുകാർക്കൊരു പാഠമാണ്. ഇരയാക്കപ്പെടുന്നവൻ നിയമത്തിൻ്റെ വഴിയെ പോയാൽ അത് ബുദ്ധിമുട്ടാകും. പക്ഷേ ഈ പോലീസുകാരുടെ നിസ്സഹായാവസ്ഥ അറിയാവുന്നത് കൊണ്ടാണ് പലരും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാത്തത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് പൊതുജന ശ്രദ്ധ മാറ്റാനായി പ്രമുഖ മാധ്യമങ്ങൾ നന്നായി പരിശ്രമിക്കുന്നുണ്ടെന്ന് അവരുടെ വാർത്ത കാണുന്നവർക്ക് മനസ്സിലാകും. രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യുന്നു, രാഹുൽ ഈശ്വറിനെ നന്ദാവനം പോലീസ് ക്യാമ്പിലേക്ക് കൊണ്ടുവരുന്നു, ലാപ്ടോപ്പ് പിടിച്ചെടുക്കുന്നു, കൂടുതൽ വകുപ്പുകൾ ചേർക്കുന്നു, നാളെ കോടതിയിൽ ഹാജരാക്കും. ഇത് മാത്രമേ ചാനലുകൾക്ക് പറയാനുള്ളൂ. കേരളത്തിലെ പ്രതിപക്ഷം ചത്തുമലച്ചു കിടക്കുകയാണ്. നിർജീവമാണ് പ്രതിപക്ഷം. നിർഗുണനായ ഒരു പ്രതിപക്ഷ നേതാവാണ് നിർഭാഗ്യവശാൽ നമുക്കുള്ളത്. ഈ സാഹചര്യത്തിൽ യഥാർത്ഥ പ്രതിപക്ഷമാകേണ്ടത് ഇവിടുത്തെ മാധ്യമങ്ങളാണ്. 1-2 ഓൺലൈൻ ചാനലുകൾ മാത്രമാണ് സത്യങ്ങൾ ഉറക്കെ വിളിച്ചു പറയുന്നത്. അവരെയാകട്ടെ കള്ളക്കേസുകൾ ചുമത്തി നിശബ്ദരാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു സർക്കാരും പോലീസും. ഈ അതിജീവിതയുടെ ഫോൺ സംഭാഷണം ഉൾപ്പെടെ പുറത്തുവിട്ടത് റിപ്പോർട്ടർ ചാനലിലൂടെ അരുൺകുമാറാണ്. എന്നാൽ അയാൾക്കെതിരെ കേസില്ല, റിപ്പോർട്ടർ ചാനലിനെതിരെയും കേസില്ല. എന്താണ് കാരണം? റിപ്പോർട്ടർ ചാനലും ട്രീ കട്ടർ ആൻഡോയും അരുണും സർക്കാരിൻ്റെ പിണിയാളുകളാണ്. അവർക്കെതിരെ കേസെടുക്കില്ല, അവരെ അറസ്റ്റ് ചെയ്യുകയുമില്ല. ശരിയേതാണ് തെറ്റേതാണ് എന്നുള്ളത് കേരളത്തിലെ നിഷ്പക്ഷരും സാധാരണക്കാരുമായ ആളുകൾ നന്നായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ആദ്യത്തെ തവണ ഉമ്മൻചാണ്ടിക്കെതിരെ ലൈംഗിക പീഡന കേസുമായി വന്ന് അധികാരത്തിലെത്തി. രണ്ടാമത്തെ തവണ കോവിഡും കിറ്റും കാണിച്ച് അധികാരത്തിലെത്തി. ഇനി കിറ്റ് കൊടുക്കാൻ കഴിയില്ല. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, 10 കിറ്റ് വാങ്ങാനുള്ള പണം പോലും പൊതുഖജനാവിലില്ല. 2, ഇനി എവിടെന്നെങ്കിലും കടം വാങ്ങി കിറ്റും കൊണ്ട് ചെന്നാൽ തന്നെ അതിൽ മുളക് പൊടി പൊട്ടിച്ച് വോട്ട് ചോദിച്ച് ചെല്ലുന്നവൻ്റെ കണ്ണിലെറിയും അഭിമാനമുള്ള ആളുകൾ. അതുകൊണ്ട് മുന്നിലുള്ള ഒരേ ഒരു വഴി വല്ല പെണ്ണുകേസോ ഗർഭക്കേസോ പൊക്കിക്കൊണ്ട് വരിക എന്നുള്ളത് മാത്രമാണ്. അതാണ് അവർ ചെയ്തിരിക്കുന്നത്. രാഹുൽ ഈശ്വർ പറഞ്ഞ ഒരു കാര്യം കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മസ്തകം തുളച്ച് ചിന്തിപ്പിക്കുന്നതാണ്. 2ാമത്തെ ഉമ്മൻചാണ്ടി എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ രാഹുൽ ഈശ്വർ വിശേഷിപ്പിച്ചത്. ജനങ്ങൾ മറന്നിരുന്നതാണ് വ്യാജ സോളാർ പീഡന പരാതി.
രാഹുലിൻ്റെ ഗർഭക്കേസ് പൊക്കിക്കൊണ്ട് വന്നതോടുകൂടി മറന്നിരുന്നവരെല്ലാം അത് വീണ്ടും ഓർത്തു എന്നുള്ളതാണ്. അത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യവും ഉറപ്പാണ്. എന്തിനും ഒരു നീതിയും ന്യായവും വേണം. അത് ശത്രുവിനോട് പ്രതികാരം ചെയ്യുന്നതിനായാൽ പോലും ഒരു കാര്യം 100% ഉറപ്പാണ്. ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്ന ഈ പീഡനാരോപണം CPM-ന്റെ അടിവേരിളക്കും. ഒരു കാര്യം കൂടി പറയാതെ വയ്യ, രാജ്യം കത്തുമ്പോൾ കിന്നരം വായിക്കുന്ന നീറോ ചക്രവർത്തി അത് പിണറായി വിജയൻ തന്നെയാണ്. കാരണം കേരളത്തിൽ ഇത്രയേറെ വിഷയങ്ങൾ നടക്കുമ്പോൾ പിണറായി വിജയൻ അങ്ങ് ദുബായിൽ സർക്കിട്ടിലാണ്. കൂടെ ഭാര്യയും മകളും ചെറുമകനുമുണ്ട്. ഒരുപാട് പറയണമെന്നുണ്ട്, പക്ഷെ പറഞ്ഞാൽ നിയന്ത്രണം വിട്ടുപോകും. അതുകൊണ്ട് നിർത്തുന്നു. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ജാമ്യം കിട്ടും. ഈ വിഷയം ഏറിയാൽ ഒരാഴ്ച, അതിനപ്പുറം ഈ വിവാദത്തിന് ആയുസില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ചയായി കൊണ്ടേയിരിക്കും. ചോദ്യങ്ങൾ ഇനിയും ചോദിക്കും. സ്വർണ്ണക്കള്ളന്മാരുടെ നേരെ വിരൽ ചൂണ്ടും. കാരണം കമ്മ്യൂണിസ്റ്റ് കള്ളന്മാരെ, നീയൊക്കെ കട്ടത് അയ്യപ്പന്റെ മുതലാണ്, അത് നിന്നെയൊക്കെ കൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഉത്തരം പറയിക്കുക തന്നെ ചെയ്യും.